ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് സുനിലിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണാനും തോന്നിയത്. ഇങ്ങനൊരു ചാനൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ റീസെൻ്റ് ആയിട്ട് മറ്റേ ദൈവത്തോട് സംസാരിച്ച ഒരു മഹാൻ്റെ വീഡിയോ താങ്കൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ 2 വർഷം 3 വർഷം മുന്നേ ഒക്കെ നിങ്ങൾ ചെയ്ത വീഡിയോസൊക്കെ തുടരെ ഇരുന്ന് കാണാൻ തുടങ്ങിയത്. അതിപ്പോൾ എൻ്റെ ഒരു ശീലമായി മാറി. കുറച്ച് നാളായുള്ളൂ, ഒരു 2 3 ആഴ്ച ആയിട്ടാണ് ഞാൻ ഈ ചാനൽ കാണാൻ തുടങ്ങിയത്. അപ്പം ഞാൻ മിക്കപ്പോഴും ഇപ്പം കാണുന്ന ഒരു യൂട്യൂബ് ചാനൽ താങ്കളുടെ ചാനലാണ്. ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പുറത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഈ മൊണ്ണകളുടെ എണ്ണം കുറയുള്ളൂ. അതിലെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുടെ എല്ലാവരും ബ്രെയിൻ വാഷ്ഡ് ആണ്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും അവർ ചിന്തിക്കുന്നത് ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നു എന്നാണ്. കാര്യം ഈ പറയുന്ന പാസ്റ്റർമാരാവട്ടെ പള്ളിയിലച്ചന്മാരാവട്ടെ ഈ പ്രസംഗിച്ച് അതായത് മുൻനിരയിൽ കുറച്ച് പേര് കേൾക്കാനുണ്ടെന്ന് സ്വന്തം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിഷിക്തരാണെന്നുള്ളതാണ്. അപ്പോൾ അതാണല്ലോ അന്ന് മറ്റേ ടിനോ എന്നുള്ള പുള്ളിയും പറഞ്ഞത് ആമൻ അപ്പോസ്തൽ എന്ന്. അപ്പം അത്ര ഒരു അഹങ്കാരമാണ്. അതാരാണ് അവർ അപ്പോസ്തലനാക്കിയെന്നോ ഇവരെങ്ങനെയാണ് അഭിഷിക്തരായെന്നുള്ളത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥയാണെന്നുള്ളത് ഈ ഇരിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന സോക്കോൾഡ് ആൾക്കാർക്ക് അറിയില്ല. ഇവർ ബൈബിൾ കാണാതെ പഠിച്ച് ഇവർ പറയുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻസ് കേട്ടിട്ടാണ് ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം പൊളിച്ചടക്കി കൊടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ പോലും ഈ ട്രൈ ചെയ്യുന്ന ആൾക്കാർ ശപിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ പൈശാചികതയുടെ ആൾക്കാരായിട്ട് അവർ പറയുള്ളൂ. അവർ വിശ്വാസികൾ ഓരോ സഭയെ എടുത്ത് നോക്കിക്കോ, സോക്കോൾ സഭ, ഞാൻ സഭ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ പറയുന്ന കൾട്ടുകളാവട്ടെ പൈശാചിക കേന്ദ്രങ്ങളാവട്ടെ, ഇവർക്കെല്ലാവരും ഇവർ പുറത്തുള്ള ആൾക്കാരെ പറയുന്നത് ഞങ്ങൾ മാത്രം വിശ്വാസികൾ, പുറത്തുള്ള ഏതോ ആവട്ടെ മറ്റു കമ്മ്യൂണിറ്റീസോ അല്ലെങ്കിൽ മറ്റു തന്നെ എന്ത് ഡിനോമിനേഷൻസ് എന്തോ ആവട്ടെ, അതെല്ലാം ദൈവത്തിൻ്റെതല്ല, ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ട് ഇരിക്കുന്നവർ. ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു സഭയുടെയോ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിൻ്റെയോ ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ലൊരു ദൈവത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാട്ടോ. പക്ഷെ ഭാഗ്യവശാൽ ഞാൻ ഇവരുടെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോവാറില്ല. ഞാൻ ധ്യാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് പക്ഷെ അവിടെ ഒന്നും അങ്ങനെ എനിക്ക് ലോജിക്കല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ എനിക്ക് നിൽക്കാൻ പറ്റാറില്ല. ഞാൻ എൻ്റെ വളരെ റീസെൻ്റ് അല്ല, ഒരു 7 വർഷം മുന്നേ 8 വർഷം മുന്നേ ഞാൻ എംബറർ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഞാൻ പോയി പെട്ടില്ല ഭാഗ്യത്തിന്. അവിടെ ആ പുള്ളി ജോസഫ് പണ്ണാറ് മരിച്ചതിന് ശേഷം മറ്റൊരു സ്ത്രീ അവിടെ നിഷ എന്ന് പറഞ്ഞ സ്ത്രീ വന്ന് അവരുടെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. ഞാൻ എന്തോ ഹവയാണെന്നും എനിക്ക് ജനിച്ച കുട്ടി മാതാവാണെന്നും പറയുന്നത് തന്നെ ദൈവത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ വാക്കുകളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ അവിടെ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നിങ്ങളുടെ ചാനലിൽ കൂടെ എംബറർ ഇമ്മാനുവലിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടതും ഒക്കെ കേട്ടോ. അപ്പം ഏത് സഭയോ ആവട്ടെ എന്തും ആവട്ടെ, ഞാൻ കാത്തലിക് ആയിട്ടാണ് ജനിച്ചത്. പക്ഷെ എന്തും ആവട്ടെ ഏതും ആവട്ടെ എല്ലാത്തിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും 1%. ഞാൻ വിശ്വാസികളുടെ കാര്യമല്ല പറയുന്നത്, ആ ഒരു ലീഡർഷിപ്പിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഈ കൃപാസനം പോലുള്ള മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാസ്റ്റർമാരുടെ അച്ഛന്മാരുടെയൊക്കെ മുന്നിൽ പോയി തല പിടിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഗതികെട്ട അവസ്ഥ ഓർക്കുകയാണ്. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടാവും. അപ്പം മനുഷ്യർ തകർന്നു നിൽക്കുന്ന സമയത്താണ് എല്ലാവരും ഇതിൻ്റെ ഇടയിലോട്ട് പോകുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഇവരൊന്നും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല? സമീപസ്ഥനായ അല്ലെങ്കിൽ കൂടെ നമ്മുടെ ഒപ്പം നടക്കുന്ന കർത്താവിന് ഇവർ തിരിച്ചറിയാതെ എന്തിനാണ് വേറെ എവിടെയൊക്കെയോ പോയി അവരിൽ കൂടെ കർത്താവിലോട്ട് എത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും. കാരണം ഞാനെന്നും എൻ്റെ കൂടെ ഉണ്ട് കർത്താവെന്ന് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു കർത്താവിനെ തേടി ഞാൻ ഒരു സ്ഥലത്തും എനിക്ക് പറ്റിയിട്ടുണ്ട് മണ്ടത്തരങ്ങൾ, പക്ഷെ ഞാൻ അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊന്നും പോയി പെടാറില്ല. അത് ശരിയല്ല എന്ന് തോന്നുമ്പോഴത്തേക്കും അത് മാറ്റും. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഈ വിശ്വാസികൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ ഇവരെ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയോ?
ഈ ഇങ്ങനെയുള്ള ഞാൻ അപ്പോസ്തലനാണ് അല്ലെങ്കിൽ ദൈവമാണ്, ദൈവത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നവരാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഈ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഈ കൾട്ടുകളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ വന്ന വിശ്വാസികൾ ഒന്നല്ലെങ്കിൽ എക്സ്ട്രീം വിശ്വാസികളായി, തീവ്ര വിശ്വാസികളായി മാറും, ഇല്ലെങ്കിൽ ഇവർ നിരീശ്വരവാദികളായി മാറും. ആർക്കും ഒരു പ്രോപ്പർ വിശ്വാസം കിട്ടുന്നില്ല. പല സഭകളും, ഞാൻ കുറച്ച് മുന്നേ തന്നെ നിങ്ങളുടെ തന്നെ ഒരു പെൺകുട്ടി മറ്റേ പെന്തക്കോസ്ത് സഭയിൽ നിന്ന് ഇപ്പോൾ നിരീശ്വരവാദിയായുടെ ഒരു കൊച്ചിൻ്റെത് ഞാൻ കേൾക്കുമായിരുന്നു. അപ്പൊ അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അതൊരു ജയിൽ പോലത്തെ ഒരു അവസ്ഥയാണ്. ഫ്രീഡം എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവരും അവകാശമാണ്. അതില്ലാതെ ഒരു ഒരു റിലീജിയന്റെ പുറത്ത് എന്താണ് നമുക്കൊരു ഫ്രീഡം ഇല്ലെങ്കിൽ അത് മരണത്തിന് തുല്യമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ എനിക്ക് എൻ്റെ ഫ്രീഡം ഇല്ലാതെ ഒരു മതത്തിന് പോയിട്ട് ദൈവത്തിന് ഒരു ഭീകരനായിട്ടാണ് ഇവരൊക്കെ കാണിക്കുന്നത്. ദൈവം ഭയങ്കര, ഈ എംബർ ഇമ്മാനുവൽ ആവട്ടെ, അവരും ദൈവത്തിന് വളരെ ക്രൂരനായിട്ടാണ് അവര് കാണിക്കുന്നത്. ക്രൂരൻ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ തോന്നും, ദൈവത്തിനൊന്നും ഇഷ്ടമില്ല, ദൈവം ശിക്ഷിക്കും, ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ചാട്ടവാർ എടുക്കും, ഇതൊക്കെയാണ് അവർ പറയുന്നത്. നമ്മൾ വേറെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടില്ല, അവരെ ഫുഡ് കഴിക്കാൻ പാടില്ല, കല്യാണം കൂടാൻ പാടില്ല, മരണം കൂടാൻ പാടില്ല, മറ്റവരെ കൂടെ അത് കറുത്ത വസ്ത്രം, അതായത് കറുപ്പ് ഡ്രസ്സിൽ ഏതെങ്കിലും ഒരു കറുത്ത ഡിസൈനുള്ള ഒരു ഡോട്ട് പോലും ഉണ്ടെങ്കിൽ അത് പോലും പൈശാചികമാണെന്ന് ചിന്തിക്കുന്ന വെറും എന്താ പറയണത്, ലോജിക്കില്ലാത്ത കാര്യങ്ങൾ അവർ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ദൈവം വിവേകം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, അത് നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അതില് ഞാൻ ഇങ്ങനെയുള്ളവരൊക്കെ വിമർശിക്കുമ്പോൾ എന്നെ ദൈവം ശപിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ സുനിലിന്റെ കാര്യം ഏറ്റവും ഒരു വലിയൊരു എക്സാമ്പിൾ ആണ്. കാരണം ഇതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് തന്നെ അത് ദൈവത്തിന്റെ ഒരു ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡും ഞാനും ഒക്കെ സുനിൽ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് എനിക്കും. ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. കാരണം എല്ലാവരും അറിയണം. എന്തിന് നമ്മൾ അയ്യോ വേറൊരാളെ പേടിച്ചിട്ട് അയ്യോ അവള് ദൈവത്തിൽ വിശ്വാസമില്ല, അവള് ശപിക്കപ്പെട്ടവളാണ്, വെറുക്കപ്പെട്ടവളാണെന്ന് ചിന്തിക്കുമെന്ന് കരുതി ഞാനൊന്നും ചെയ്യാതിരിക്കാറില്ല. അപ്പം ഞാൻ ഏതെങ്കിലും അങ്ങനെയുള്ള ഇപ്പോൾ മറ്റേ പുണ്യവാളന്മാരെയോ പുണ്യവതികളെയൊക്കെയോ ആഭരണം ഇടിപ്പിച്ചും അവരെ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനൊക്കെ ഞാൻ എതിർക്കുമ്പോൾ എന്നോട് പറയും, ഓ അവളിപ്പോൾ പെന്തക്കോസ്തയാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവൾ വേറെ സഭയിൽ പോയെന്ന് എൻ്റെ വീട്ടിലുള്ള കാത്തലിക്സ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. ഇനി ഞാൻ എന്തെങ്കിലും ഇപ്പോൾ മാതാവിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവിനോടേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും അങ്ങനെ മാതാവിനെ ഫേവർ ചെയ്തിട്ടൊരു പറഞ്ഞ അപ്പം ഞാൻ അതാണ് ഇതാണ് പറയുന്നത്, വിഗ്രഹാരാധനയായി. വിഗ്രഹ ആരാധനയ്ക്കൊക്കെ ഞാൻ എതിരാണ്. എന്തിനാണ് നമ്മുടെ കൂടെയുള്ള ആത്മാവിലുള്ള ദൈവത്തെ കാണാതെ വല്ലവൻ്റെയും വായിലിരിക്കുന്ന നുണപ്രസംഗം കേൾക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ എൻ്റെ ചോദ്യം അതാണ്. ഞാനതിൽ തന്നെ ഉറച്ചു അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. പിന്നെ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ വാക്കുകൾ വചനങ്ങൾ പറയുന്നവരാണ് ദൈവത്തിനെ ഒട്ടും അറിയാത്തവരും, ദൈവത്തിനെ എന്താണ് യൂദാസിനേക്കാളും വലിയ ചതിയാണ് ദൈവത്തോട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, യേശുവിനോട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കള്ളപ്രചനങ്ങൾ, രോഗശാന്തിയും ദാനമുണ്ടാക്കലും ഇതൊക്കെയാണ് എല്ലാവരും പ്രശ്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ബിസിനസ് ആക്കുകയാണ്. ഇപ്പൊ ചിലവര് അവരുടെ എന്താ പറയണത്, ഈ ഒരു സഭ അവരുടെ അവിഹിതം ഉണ്ടായ കുട്ടിയെ അത് യേശുവാവും മാതാവാന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ അവരതിനെ ബിസിനസ്സാക്കി പൈസ ഉണ്ടാക്കുന്നു. ഇപ്പുറത്തെ വേറെ സഭക്കാര് രോഗശാന്തി, ഞാൻ നിങ്ങളുടെ മുഴ മാറ്റും, അത് മാറ്റും, ഇത് മാറ്റും, അൾസർ മാറ്റും, കുരു മാറ്റും എന്ന് പറഞ്ഞിട്ട് വേറെ സഭ. പിന്നെ ദാനം, തന്നെ ഇരുന്ന് പറയുന്നത് കേട്ടു, നിങ്ങൾ എന്താണ് ധനികരാവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ഇതൊക്കെയാണോ ആത്മാവിൽ ധനികരാവുക എന്നുള്ളതിനേക്കാളും കൂടുതൽ എന്താണ് ഒരു ധനികരാവുക എന്നുള്ള ഒരു അതൊക്കെയാണോ നമ്മുടെ ജീവിതത്തിന്റെ? പൈസയൊക്കെ വേണം, ഇല്ലാതൊന്നും ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഓക്കെ. പക്ഷെ ധനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വരിക, രോഗം മാറ്റാൻ വേണ്ടി വരിക. അപ്പൊ മെഡിക്കൽ സയൻസിൽ ദൈവം അവരിലേക്കൊക്കെ എന്താണ് ദൈവം പ്രസന്റ് ആണ് അവിടെയൊക്കെ. അതിനു പകരം അവിടെ നിന്ന് മരുന്നും കഴിച്ച് വാങ്ങി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഓക്കെ എന്നെ മറ്റേ തങ്കു ബ്രദറാണ്, കുങ്കു ബ്രദർ, അല്ലെങ്കിൽ മറ്റേ ടിനു അയാളൊക്കെയാണ് എന്നെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരോടൊക്കെ ദൈവം എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്നുള്ള അറിയില്ല. എന്തായാലും ചാട്ടവാർ എടുക്കും ഉടനെ തന്നെ ദൈവം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ.
അപ്പോൾ എന്താണെങ്കിലും നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട വേല. താങ്കളിപ്പോൾ ചെയ്യുന്നതാണ് കറക്റ്റ്. കാരണം കർത്താവ് ചാട്ടവാറെടുക്കുന്നതിന് പകരം താങ്കളെ കൊണ്ടാവുന്ന രീതിയിൽ ഇത് എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് ആൾക്കാർ ഒരു ക്യാൻസർ ബാധിച്ച മാതിരി ആൾക്കാർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവർക്കൊക്കെ അവരുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയത് അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാം. ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ വിറ്റ്, മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസിനെയും പ്രശ്നങ്ങളെയും വിറ്റ് ജീവിക്കുന്ന ഇവരെയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു റിസ്ക് ഫാക്ടറാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.